ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതിപ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ തണുപ്പിക്കുന്ന ദൈവമാണ്. അതെ, സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനം 3-ാം വചനത്തിൽ പറയുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എങ്ങനെയാണ് തണുപ്പിക്കുന്നതെന്ന് 94-ാം സങ്കീർത്തനങ്ങളിലതിൻ്റെ 19-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അതേ പകൽക്കാല കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പല വിചാരങ്ങൾ അത് അനേകമായി പൊങ്ങി വരുന്നു. ആമേൻ. വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ആമേൻ സ്തോത്രം, പല വിചാരങ്ങൾ, ആമേൻ സ്തോത്രം, പലതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ഭാരങ്ങൾ, ആമേൻ നമ്മുടെ ഉള്ളിൽ. ഹല്ലേലൂയ. പുറമേ നാം സന്തോഷിക്കുന്നവരായിരിക്കാം, ആമേൻ, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായിരിക്കാം, ഉറപ്പിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം. ആമേൻ സ്തോത്രം സ്തോത്രം. എല്ലാം നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം. പക്ഷേ ഉള്ളിൽ പലപ്പോഴും പല വിചാരങ്ങൾ പൊങ്ങി വരുന്നുണ്ട്. ആമേൻ. ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയം അങ്ങനെ ആമേൻ സ്തോത്രം സ്തോത്രം ഒരു വല്ലാത്ത അവസ്ഥയിൽ കാണപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. എത്ര പേർക്ക് അനുഭവമുണ്ട്? ഹല്ലേലൂയ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമെന്ന് അറിയിച്ചത് കർത്താവ്, മറ്റാരേക്കാളും ആമേൻ മറ്റേതിനേക്കാളും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ നിശ്ചയമായി അത് നമ്മെ തണുപ്പിക്കുന്നതായിരിക്കാം. എത്ര വിചാരങ്ങളായിരുന്നാലും ആമേൻ നമുക്കൊരാശ്വാസം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ അതൊരു ആമേൻ സ്തോത്രം സ്തോത്രം സന്തോഷമാണ്. ആമേൻ. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യാശ്വാസവും കർത്താവ് നമുക്ക് നൽകുന്ന ദൈവമാണ്. എന്നാൽ ഇന്ന് പകൽക്കാല ചിന്തയ്ക്ക് ആധാരമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആമേൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വചനം. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ, ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ. അതെ, ദൈവം നമ്മെ തണുപ്പിക്കുന്ന ദൈവമാണ്. പല വിചാരങ്ങളാൽ നാം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ നമ്മെ തണുപ്പിക്കുന്നുണ്ട്. ആ ഒരു അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ആമേൻ നിശ്ചയമായി നാം മറ്റുള്ളവരെയും തണുപ്പിക്കുന്നവരായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ആമേൻ സ്തോത്രം, പലവിധമായ പ്രതിസന്ധികളോടും വിചാരങ്ങളുടെ ബഹുത്വത്തിലും പല വ്യക്തികൾ കാണപ്പെടുമ്പോൾ വീണ്ടും നാം അവരെ വേദനിപ്പിക്കുന്നവരായിരിക്കരുത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, അവരുടെ ഉള്ളിലെ വിചാരങ്ങൾ, ഹല്ലേലൂയ, ദൈവിക കാഴ്ചപ്പാടുള്ളവർക്ക് ദൈവം അത് മനസ്സിലാക്കി തരും. അങ്ങനെ നാം അവരുടെ മനസ്സ് തണുപ്പിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ആ കൃപ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ഇവിടെയും ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ 15-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, സ്തെഫനാസിൻ്റെ കുടുംബം അഖായയിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അവർ ഒത്തിരി അധ്വാനിച്ചു, അവർ പ്രവർത്തിച്ചു. ആമേൻ സ്തോത്രം സ്തോത്രം. കുറവായിരുന്നതൊക്കെയും അവർ നികത്തി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അവർ ആമേൻ നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സും തണുപ്പിച്ചു. പ്രിയ മക്കളെ, നമുക്ക് മറ്റ് യാതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും വാക്കുകൊണ്ട് തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, തണുപ്പിക്കുവാൻ ആമേൻ സ്തോത്രം നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുപോലെ പ്രവൃത്തി മൂലം ചെയ്യേണ്ടത് പ്രവൃത്തി മൂലം ചെയ്യുക. ആമേൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ. ഹല്ലേലൂയ. ഇന്നാളുകൾ ഏത് കാര്യത്തിലായിരുന്നാലും സ്തോത്രം, ഏത് നിലയിലും ആമേൻ ഇവിടെ നാം വായിക്കുന്നത് പോലെ ഈ സ്തെഫനാസിൻ്റെ കുടുംബം, ആ കുടുംബം അവർ ഒരുമിച്ച് ആമേൻ അവരെല്ലാവരും ഒരുപോലെയായിരുന്നു. ഒരാൾ മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തെഫനാസിൻ്റെ കുടുംബം അവിടെ ഒരു ഐക്യതയെ കുറിക്കുന്നു. എല്ലാവരും ഒരേ മനസ്സുള്ളവരായി അവരെല്ലാവരും ആമേൻ സ്തോത്രം അപ്പോസ്തലന്മാരെയും അതുപോലെ തന്നെ സഹവിശ്വാസികളെയും കൊരിന്ത്യ സഭയിലെ ദൈവമക്കളെ എല്ലാവരെയും തണുപ്പിക്കുന്നവരായിരുന്നു. ഇങ്ങനെയുള്ളവരെ നാം മാനിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ഈ കൃപ നമുക്കും പ്രാപിക്കാം. സ്തെഫനാസിൻ്റെ കുടുംബത്തെ പോലെ ആമേൻ നമുക്കും മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
അങ്ങനെയുള്ള മാന്യതകളെ നമുക്ക് പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ നാളുകളിൽ ആമേൻ വീണ്ടും കർത്താവ് ഉണർത്തുന്നു. ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ആമേൻ സ്തോത്രമായിരിക്കുന്ന ഉള്ളങ്ങളോട് കർത്താവ് പറയുന്നു, നിശ്ചയമായി കർത്താവിൻ്റെ ആശ്വാസങ്ങൾ നിങ്ങളെ തണുപ്പിക്കും. അതുപോലെ നാമും മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായി മാറാം. കർത്താവ് വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാഥവചനപ്രകാരം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ആശ്വാസങ്ങൾ പല തീച്ചൂളയുടെ ശോധനയുടെ നടുവിൽ അങ്ങയുടെ ആശ്വാസങ്ങൾ ഞങ്ങളെ തണുപ്പിച്ചതുപോലെ കർത്താവേ, വേദനയിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും കണ്ണുനീരിലുമായിരിക്കുന്നവരെ ആമേൻ സ്തോത്രം കാണുമ്പോൾ ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവം ഉണർത്തുമ്പോൾ കർത്താവേ സ്തോത്രം എല്ലാവരോടും ആമേൻ അവരെ തണുപ്പിക്കുന്നവരായി ആശ്വസിപ്പിക്കുന്നവരായി കർത്താവേ ആമേൻ സ്തോത്രം സ്തോത്രം താങ്ങുന്നവരായി മാറുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തഫനസിൻ്റെ കുടുംബത്തെ പോലെ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും അങ്ങനെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുപ്പാ അപ്പാ, ഞങ്ങളുടെ ഉപദ്രവങ്ങളിൽ അങ്ങ് ഞങ്ങളെ കഷ്ടതയിൽ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വാസം മറ്റുള്ളവർക്കും ഞങ്ങളൊരു ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ മാന്യതകളും അനുഗ്രഹങ്ങളും നൽകി കർത്താവ് നിത്യാശ്വാസത്തിൽ ഞങ്ങൾ പ്രവേശിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സമ്പന്നമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.